ആരാന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ട് എപ്പോഴെങ്കിലും അടി ഉണ്ടാക്കിയിട്ടുണ്ടോ? പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് ഒരു മറുപടിയും പെട്ടെന്ന് കിട്ടാൻ വലിയ പാടുള്ള ആളാണ്. എന്നെ കുറേ നാൾ ശല്യം ചെയ്തിരുന്ന ഒരു അനുഭവമാണ്. ഞാനൊരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനൊരു എന്തോ ഇന്റർവൽ പീരീഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ, ഇന്റർവൽ അല്ല മറ്റേ ഡ്രില്ല് പീരീഡ്, പി ടി അവർ. പൊതുവെ സ്പോർട്സ് അത്ര ഇത് താല്പര്യമില്ല, ഓടുകയൊക്കെ ചെയ്യേണ്ട പാടാണ്, ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാനെന്തോ ആരുമായിട്ട് എന്തോ തള്ളക്കായിട്ട് അങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയപ്പോൾ ഞാൻ നോക്കും ദൂരത്തുനിന്ന് 5-8ഓളം വരുന്ന ഇങ്ങനെ ഈ കൈ കഴുകുന്ന പൈപ്പിലെ ഇന്നിങ്ങനെ വെള്ളം വീഴുന്നു. അപ്പോൾ ഞാൻ അത് വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ചെന്നിട്ട് ഈ പൈപ്പ് പൂട്ടാനൊരു ശ്രമം നടത്തി. പക്ഷെ എന്ത് ചെയ്തിട്ട് ഇത് ഇരിക്കുന്നില്ല അങ്ങനെ ശരിക്കും. അങ്ങനെ നോക്കി ഞാൻ വിട്ടു നോക്കി അതിങ്ങനെ നന്നായിക്കൊണ്ടിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്നൊരു കൈകൊട്ടൽ ഇങ്ങനെ കിട്ടി. ഞാൻ തിരിഞ്ഞ് നോക്കിയത് എൻ്റെ സ്കൂളിൽ ഒരു സാറാണ് എന്നെ ഇങ്ങനെ വിളിച്ച്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, നിനക്ക് കളിക്കാൻ കിട്ടാൻ കളിച്ചാൽ പോരാ, അതിനിടയ്ക്ക് ഈ പൈപ്പില്ല നമ്മൾ തല്ലി പൊട്ടിക്കൽ കാര്യമുണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് 2 അടിയാണ്. എന്നെ അത് ഭയങ്കര കുറച്ച് കാലത്തേക്ക് അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നിരുന്നു. അല്ലേ ഞാൻ ആരാൻ്റെ കാര്യത്തിലാണോ ഞാൻ ഇടപെട്ടെ. പക്ഷേ അതിനാളത് കടന്നില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എൻ്റെ കാര്യത്തിൽ തന്നെയാണ് ഇടപെട്ടതെന്ന്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അതിനകത്ത് ഇനിയിപ്പോൾ 2 അടി കിട്ടിയാലും ശരി എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് അതെന്നെ ബാധിച്ചില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ഓർക്കുന്നുണ്ട്. ദിലീഷ് പോത്തനെ ഒറ്റ വാക്കിൽ ഉപമിക്കുകയാണെങ്കിൽ ആരോട് ഉപമിക്കും? ആരെ ഉപമിച്ചാ? ദിലീഷ് പോത്തനെ എന്തിനോട് ഉപമിക്കാൻ പറ്റും? ഒന്നിനോട് ഉപമിക്കാൻ പറ്റില്ല. ദിലീഷ് പോത്തന് യൂണീക്ക് അല്ലേ, അങ്ങനല്ലേ. പിന്നെ എന്തിനാണ് നമ്മൾ ഉപമിക്കുന്നത്? ഓരോരുത്തരും അവരവരുടെ ഐഡന്റിറ്റികൾ കണ്ടെത്തി അവരവരായിട്ട് ജീവിക്കുക. എന്തിനാണ് മറ്റൊരാളെ പിടിക്കാൻ പോകുന്നത്? എത്ര നല്ലതായാലും എത്ര മോശമായാലും വളരെ പതുക്കെ ഭയങ്കര സ്വാധീനമായിട്ട് നമുക്ക് പറയാം, ബി യുവർ സെൽഫ്. എപ്പോഴെങ്കിലും ദിലീഷ് പോത്തനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സാധനമില്ല? വ്യക്തികൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ ഒത്തിരി പേരുണ്ടെന്നേ. നമുക്ക് ഇതാണ് ഇൻഫ്ലുവൻസ്. ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ലിസ്റ്റ് ഉണ്ട്. അങ്ങനെയല്ല, പേരുകൾ എന്തിനാന്ന് നിങ്ങൾ വെക്കാൻ വെക്കുന്നത്? നമുക്ക് എനിക്ക് ഇപ്പം പറയാം. ഇപ്പം നമ്മളിപ്പോൾ മലയാളത്തിൽ എപ്പോഴാണ് ഞാൻ സത്യനന്ദിക്കാടിൻ്റെ സിനിമകൾ കണ്ടിട്ടാണ് സിനിമ റിപ്പീറ്റ് ചെയ്ത് കാണാൻ തുടങ്ങി, അല്ലെങ്കിൽ പ്രിയദർശൻ്റെ സിനിമകൾ കണ്ടിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണാൻ തുടങ്ങിയ സിനിമകൾ. അപ്പം പൊന്മുടിയുടെ നാറാതൊക്കെ എത്ര പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്ന് പറയുന്നത്. അല്ല അത്ര സിനിമകൾ, അതിൻ്റെ ഹ്യൂമറുകൾ, അതിൻ്റെ ഫണ്ണ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം. ഇവിടെ കാണാൻ എല്ലാ സിനിമയും കണ്ടതാണ്. നമ്മൾ കേട്ടിട്ടുള്ള സിനിമകളെല്ലാം കണ്ടിട്ട് വന്നപ്പോഴാണ് കേൾക്കാത്തതെന്ന് പറഞ്ഞ ചില കാസറ്റുകൾ നമ്മളെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി VHS ഇട്ട് കണ്ടത്. അപ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്ന ചില സിനിമകൾ നമ്മൾ കണ്ടത്. അതിനിടയിൽ എപ്പോഴാണ് പത്മരാജൻ്റെ സിനിമകളും അല്ലെങ്കിൽ ഭരതൻ്റെ സിനിമയും അല്ലെങ്കിൽ അരവിന്ദൻ്റെ സിനിമകളൊക്കെ നമ്മൾ അറിയാതെ കണ്ടുപോയതാണ്. അങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് ഒന്നും അങ്ങനെ സംഭവിച്ചു പോയതാണ്. അതിൽ എല്ലാം കണ്ട ഒരു സംവിധായകരാണോ അതോ ആ സംവിധായകരുടെ ചില സിനിമകളല്ലേ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത് അല്ലേ? അത് 1 മുതൽ 0 വരെയോ പൊന്മുട്ടിയിടുന്ന താറാവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ സിനിമകളും ആവാം. മലയാളത്തിലെയോ അല്ലെങ്കിൽ പുറത്തെയോ അല്ലെങ്കിൽ എന്തോ ചിൽഡ്രൻ ഓഫ് ഹെവനോ ഒക്കെ നമ്മളെ ഓരോ തരത്തിലായിരിക്കും വളർത്തിക്കൊണ്ടിരുന്നത്. സിനിമ മേഖല വിട്ട് കഴിഞ്ഞാൽ ഒരു ഏറ്റവും കൂടുതൽ ആരാധനയുള്ള അച്ഛനോടാണോ അങ്ങനെ ഒരാളുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നിനും ആൾക്കാരുടെ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, പറയില്ല. അങ്ങനെ ഒരാളില്ല. അല്ലെങ്കിൽ ഞാൻ പറയില്ല, അല്ലെങ്കിൽ ഞാൻ നുണ പറയും. സത്യം, അങ്ങനത്തെ അനാവശ്യകാര്യ സത്യങ്ങൾ പുറത്തു പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതെന്റെ മാത്രം സ്വകാര്യതയില്ല. താൻ ഇട്ടിട്ട് പോയിട്ടുള്ള ആദ്യത്തെ പെൺകുട്ടിയുടെ പേരെന്താ? പറയില്ല. കാരണം എന്നെ ഇട്ടിട്ട് പോയതാണോ ഞാൻ ഇട്ടിട്ട് പോയതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വീണ്ടും അവശേഷിച്ചേക്കും. അല്ല, അതൊക്കെ എന്റെ ഭയങ്കര സ്വകാര്യതയാണ്. ഇട്ടിട്ട് പോയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആർക്കും ആരും ഇട്ടിട്ട് പോകാനൊന്നും പറ്റില്ല എന്ന്. ഇതെല്ലാം എനർജികളാണ്, പരസ്പരം ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഒരു കാലയളവിൽ ഞാൻ കരുതുന്നില്ല ഞാൻ സ്കൂളിൽ പഠിച്ചതെല്ലാം സത്യമായിരുന്നു. പലതും തെറ്റാണെന്ന് ഞാൻ പിന്നീട് തിരിച്ചറിഞ്ഞു. എന്നെ പഠിപ്പിച്ച സാറന്മാർ വിശ്വസിച്ചിരുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് ശരിയാണെന്ന്. എനിക്ക് തോന്നുന്നില്ല ഇപ്പം എന്നെ പഠിപ്പിച്ച പലതും ശരിയാണെന്ന്. ഒരു എക്സാമ്പിൾ പറയൂ. പറയില്ല. ഇതൊരു കഷ്ടം. ഒന്നും അറിയില്ല അല്ലെങ്കിൽ പറയില്ല. അങ്ങനെയല്ല. അതിനകത്ത് ആത്യന്തികമായ ശരികളും തെറ്റുകളും ഒന്നും ഇല്ലെന്ന് നമ്മൾ കരുതുന്ന എല്ലാ ശരി എനിക്ക് തോന്നിയിട്ടില്ല. ഇത് എനിക്ക് എൻ്റേതായിട്ട് തോന്നുന്നതാണല്ലോ. എനിക്ക് എൻ്റേതായിട്ട് തോന്നുന്നല്ലേ അത് എനിക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളതുകൊണ്ട് അത് കൃത്യമായ ശരികളാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതിൽ പലതും ശരികളാണെന്ന്. എനിക്ക് പെട്ടെന്ന് ലാലേട്ടന്റെ കൂടെ ഇന്റർവ്യൂ നടത്തുന്ന പോലെ തോന്നി. ലാലേട്ടൻ ഇതേ ഈ സാധനം ചുമ്മാ ആരോപിക്കരുത്. അല്ല, ഞാനതല്ല ഇപ്പൊ ഞാൻ അങ്ങനത്തെ അല്ല. ഞാൻ നുണ പറയും. നിങ്ങളൊരു ചോദ്യം ചോദിച്ചാലും അതിലെ അതിനെ ഉപദ്രവിക്കാത്ത രീതിയിൽ ഞാൻ ചിലപ്പോൾ നുണ പറഞ്ഞേക്കും. എനിക്ക് നുണ കേൾക്കണ്ട. അതുകൊണ്ട് നമുക്കത് വിടാം. ആദ്യമായിട്ടേ കോട്ടിട്ടത് എപ്പോഴാ?
ഡിഗ്രിയുടെ ഒരു ഗ്രാജുവേഷൻ ഡേക്ക് കോട്ട് ഇടണമെന്ന് പറഞ്ഞു. അന്ന് കോട്ടിട്ടു. അത് കോട്ട് വാങ്ങിച്ചിട്ടു. അന്നൊരു കോട്ട് വാങ്ങിച്ചതോ ആരുടെ നിന്ന് കളക്ട് ചെയ്തോ എന്തോ ആയിട്ടുള്ള ഒരു കോട്ട് ഞാനാണ് ഇട്ടു. ഇല്ല, അന്ന് ഞാൻ കോട്ട് വാങ്ങിച്ചില്ല, ഒരു ടൈയേ വാങ്ങിച്ചുള്ളൂ. ഒരു ഉണ്ടായിരുന്ന ഒരു ഷർട്ടും ആരുടെയോ കളക്ട് ചെയ്തൊരു കോട്ടുമായിട്ട് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഡേ യിലാണ് ഉപയോഗിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം കോട്ടിട്ടത് അതിന് ശേഷം കല്യാണത്തിന് കോട്ടിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എന്നെ കെട്ടാനിരിക്കുന്ന പെണ്ണ് പറയുന്നു ഇടുന്ന അങ്ങോട്ട് കാണട്ടെയാണെന്ന്. ഒന്ന് കാണട്ടെ. ഞാൻ പറഞ്ഞു ശരി എന്നായിട്ടേക്കാന്ന് പറഞ്ഞിട്ട് അന്നൊരു കോട്ടിട്ടു. പിന്നെ ഇട്ടത് പിന്നെ ഒന്നും കൂടി ഇട്ടു നാഷണൽ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോൾ. അത് കോട്ടിട്ടു. അല്ലാതെ ഈ മുണ്ടാണോ പൊതുവെ ഇഷ്ടവേഷം? മുണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. കാരണം ഫേസ്ബുക്കിലൊക്കെ പൊതുവെ ഞാൻ എപ്പോഴും കാഷ്വൽ ആയിട്ടുള്ള അവസ്ഥയിൽ ഞാൻ മുണ്ടാണ് ഉപയോഗിക്കുക. പിന്നെ ചിലതും ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒത്തിരി സാധനങ്ങൾ പിടിക്കാനുണ്ടെങ്കിൽ ഞാൻ മുണ്ട് അവോയ്ഡ് ചെയ്യും. 2 ഫോണും ഒരു ചാർജറും ഒക്കെ പോക്കറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ജീൻസ് എടുത്തിടും. എനിക്ക് ഇന്നത് വേണമെന്നൊന്നുമില്ല. പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഭാരങ്ങളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ റൂമിലിരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴും മുണ്ടാണുള്ളത്. മുണ്ടിരിക്കുമ്പോൾ നമ്മളെന്തോ നമ്മൾ തന്നെയാണെന്നുള്ള അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേക പരിപാടിക്ക് വേണ്ടി റെഡിയായി നിൽക്കുകയല്ല എന്നുള്ള ബോധ്യം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അത് കംഫർട്ടാവുന്നത് അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് അല്ലാതെ തോന്നുന്ന അവസ്ഥ മുണ്ടെടുത്ത് നിൽക്കുമ്പോഴാണ്. എന്ന് വെച്ചാൽ എപ്പോഴും മുണ്ടെടുക്കാറില്ല. അല്ല, ഞാൻ ജീൻസ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ജീൻസ് ഇട്ടാണ് അല്ലെങ്കിൽ ഷോർട്സ് ഇട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ റൈറ്റിംഗ് പാഡ്, പേന, കോപ്പ്, കുടച്ചക്രമൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല. അങ്ങനത്തെ ഞാൻ എപ്പോഴും ക്യാരി ചെയ്യേണ്ട ഒരു കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മുണ്ടെടുക്കുന്നു സൗകര്യത്തിന്. ആദ്യമായിട്ട് പ്രതാപ് പോത്തൻ, യു ആർ ആക്ച്വലി എ ബ്രില്യൻറ്റ്, സോറി, ദിലീഷ് പോത്തൻ, യു ആർ എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ യു ആർ എ ബ്രില്യൻറ്റ് അറ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആരാ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യു ആർ ബ്രില്യൻറ്റ് എന്ന് ഞാൻ പലരുടെയും കണ്ണുകളിൽ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവർ പറഞ്ഞ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ആ വാക്കുകളിൽ ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളത് എനിക്ക് കാര്യമില്ല, നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചു എന്നുള്ളതിലാണ് എനിക്ക് കാര്യം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. സിനിമയല്ലാതെ മറ്റിഷ്ടങ്ങൾ എന്തൊക്കെയാണ്? സിനിമയാണ് അങ്ങനെ ഐഡന്റിറ്റി ഉള്ളൊരു സാധനം. ഇപ്പം എല്ലാം ഇപ്പം നാടകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാടകം കളിക്കാറുണ്ട്. അല്ല, ഈ സിനിമ നാടക മേഖലകളല്ലാതെ യാത്രകൾ പോകാറുണ്ട്. കുറച്ച് ലക്ഷ്യമില്ലാത്ത യാത്രകൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു കൃത്യം ടാർഗറ്റ്, ഇന്ന് രാവിലെ അവിടെ പോയി അവിടെ സൂ കണ്ട്, പിന്നെ അതല്ല, വെറുതെ ഡ്രൈവ്, റോഡ് ട്രിപ്പുകളാണ്. ഞാൻ യാത്ര എന്ന് പറയുന്ന റോഡ് ട്രിപ്പുകളാണ്. മഹേഷ് കഴിഞ്ഞ് 50 ഡേയ്സിൽ ഞങ്ങളൊരു യാത്ര പോയിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇവിടുന്ന് ഭൂട്ടാനിലേക്ക് വണ്ടി പിടിച്ചു. 28 ദിവസത്തെ യാത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആ 28 ദിവസം പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ മഹേഷ് മറന്നത്. 28 ദിവസം മഹേഷിനെ മറക്കാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന എന്തുണ്ട്? സിനിമ അതല്ലാതെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പുകളും ഇല്ല. ഈ കണ്ണി തടയുന്നതും കണ്ടതും കിട്ടിയതും വായിച്ചതും കേട്ട്, ഞാനിപ്പം വായിച്ചിട്ടുള്ളത് എനിക്കൊരു ബുക്ക് വായിക്കണം എന്ന് കരുതിയിട്ട് ഞാൻ പോയിട്ട് വാങ്ങിച്ച് ഒരു ലൈബ്രറി അല്ലെങ്കിൽ ബുക്ക് ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ച ബുക്കുകളേക്കാൾ എത്രയോ കൂടുതൽ ആരെങ്കിലും കൈ തറന്നോ നിലത്ത് കിടന്ന നോട്ടീസോ പത്രമോ കഷ്ണമോ തുണിയോ അല്ല അങ്ങനെ ഉള്ള വായനയാണ് എനിക്കുള്ളത്. ശാന്തിൻ്റെ അടുത്ത് അവിടെ കിടന്നൊരു ബുക്ക് എടുത്തു, അത് വായിച്ച് തുടങ്ങിയപ്പോൾ തീർക്കണം തോന്നി എടുത്തുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന വായനകളും, അല്ലെങ്കിൽ എല്ലാ ഫോളോകളും അങ്ങനെയാണ്. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ പെടുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരു പ്രൊജക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് വേണ്ട മെറ്റീരിയലുകൾ നമ്മൾ ചിലപ്പോൾ തപ്പുമായിരിക്കും എന്നുള്ളതല്ലാതെ, അല്ലാണ്ട് റെഗുലർ ലൈഫിൽ ഭയങ്കര ഞാനിങ്ങനെ ആൾക്കാരുമായിട്ട് സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ളതാണ്. അങ്ങനെ വീട്ടിലൊക്കെ പോയി അവിടെ ഇവിടെ കേട്ട് ഇത് കോമഡിയൊക്കെ ആയിട്ട് അങ്ങനെ പോകാനാണ്. ഈ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന മൈക്ക് എന്നെ എന്തെങ്കിലും തരത്തിൽ ഡിസ്ട്രാക്ട് ചെയ്തെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ ദിലീഷ് പോത്തൻ തന്നെയാണ് ശരിക്കുള്ളത്. ദിലീഷ് പോത്തൻ ഈ മൈക്ക് എന്നെ സൈക്കോളജിക്കലി ചിലപ്പോൾ മാനസികമായിട്ടൊക്കെ എന്നെ ചിലപ്പോൾ ഡിസ്ട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അരുൺ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെയാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചത്. ഈ മൈക്ക് എന്തെങ്കിലും ചിലപ്പോൾ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവാം എന്തെങ്കിലും തരത്തിൽ എൻ്റെ ഉപബോധം മനസ്സിലാവും. അത് എന്നെ ചിലപ്പം എന്തെങ്കിലും നുണ പറയാനോ കുറച്ച് കള്ളത്തരം കാണിക്കാനോ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം എന്നുള്ളതല്ലാതെ എനിക്ക് ഒരു സിനിമ ചെയ്യുന്നതിനുള്ള കോൺഫിഡൻസ് ഒക്കെ എപ്പോഴോ നഷ്ടപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയൊരു സമയത്ത് ഒരു ബ്രേക്ക് ആവശ്യമാണെന്ന് തോന്നി. എനിക്ക് കുറച്ചുകൂടി എനർജി ആവശ്യമാണെന്ന് തോന്നി. ഞാൻ കുറച്ചും കൂടെ ഫ്രസ്ട്രേറ്റഡ് ആയി തുടങ്ങിയപ്പം, ഞാൻ ചെയ്യുന്ന വർക്കുകളിലൊക്കെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ അതൃപ്തനായി തുടങ്ങി. അപ്പം ഞാൻ ആളുകളോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ബോധപൂർവ്വം അല്ലേ, ഞാൻ ചിലപ്പോൾ സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ എന്തിനാണ് ഞാൻ അയാളോട് അത്ര ദേഷ്യപ്പെട്ടത്? ആ മാറ്ററിൽ അത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ ഉള്ളിലുള്ള എന്തോ ഫ്രസ്ട്രേഷനാണ് എന്നെ ദേഷ്യപ്പെടാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ ഇറിറ്റേറ്റഡ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സമാധാനം ആവശ്യമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു എന്തെങ്കിലും പഠിക്കാൻ തീരുമാനിച്ചത്. ഞാനങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ട് കാലടി യൂണിവേഴ്സിറ്റിയിലോട്ട്. അവിടെ നിന്നാണ് സുരഭിനെ പരിചയപ്പെട്ടത്. കാലടിയിൽ എൻ്റെ ഒരു കാലഘട്ടം, സുരഭി അടക്കം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ചവരാണ് എൻ്റെ അധ്യാപകർ.
അത് ഗോപൻ മാഷായാലും രമേശ് വർമ്മ സാറായാലും ഉഷ നങ്ങിയാരായാലും മാർഗി മധു ആയാലും എല്ലാവരും എല്ലാ എൻ്റെ അധ്യാപകരും അങ്ങനെയുള്ള എല്ലാ അധ്യാപകരും കൃഷ്ണകുമാർ സാർ എല്ലാവരും എന്നെ അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു 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 സംവിധായകൻ എന്ന നിലയിലല്ല ഞാൻ പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ. കാലടിയിലേക്ക് പഠിക്കാൻ പോയ ഞാനല്ല തിരിച്ചിട്ട് വന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്നെ സിനിമയിലുള്ള കാഴ്ചപ്പാടിലായാലും അഭിനയത്തോടും ജീവിതത്തോടും ഒക്കെയുള്ള കാഴ്ചപ്പാടിലൊക്കെ എനിക്ക് ഒത്തിരി വ്യതിയാനങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ. പിന്നെ പ്രൊഫഷണലി സുരഭിയെ പോലെയൊക്കെ ഉള്ള സുരഭി ജിത്തു ഒക്കെ അങ്ങനെ ജ്യോതി നമ്മുടെ ബാച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പം വിജിലേഷ് ഒക്കെ നമ്മുടെ സീനിയേഴ്സ് അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ചെല്ലുന്നു. അവിടെ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഞങ്ങളൊരു 10-20 പേര് നാടകം പഠിക്കുന്നു. പ്രഗത്ഭരായിട്ടുള്ള കൂടിയാട്ടവും കഥകളിയൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ. തൊട്ടടുത്ത ബിൽഡിങ്ങിൽ അങ്ങനത്തെ 100-200 വിദ്യാർത്ഥികളോളം വരുന്ന ഡാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര പ്രഗത്ഭരായ അധ്യാപകർ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ പഠിക്കും. തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ ഫൈൻ ആർട്സിൻ്റെ MFA BFA ഒക്കെ ആയിട്ട് അവിടെ ഭയങ്കര ആർട്ടിസ്റ്റുകൾ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ്. അപ്പുറത്തൊരു മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതിനിടയിൽ മലയാള സാഹിത്യം, ഇംഗ്ലീഷ് സാഹിത്യം, അങ്ങനെയൊക്കെയുള്ളൊരു ക്യാമ്പസിനകത്തോട്ട് ഞാൻ ചെന്നിട്ട് എന്നെ അത് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു പറഞ്ഞു. എന്നെ ഒരു സിനിമ ഉണ്ടാക്കുന്നത് ഇപ്പം സുരഭീനെ പോലെ, ഇപ്പം നമുക്കറിയാം സുരഭീനെ പോലത്തെയൊക്കെ മികച്ച ഒരു ആക്ട്രസിനെ 2 വർഷത്തെ MA പഠനം, അത് കഴിഞ്ഞിട്ട് MG യൂണിവേഴ്സിറ്റി 1.5 വർഷം MPhil ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു 3-4 വർഷം ഒരുമിച്ച് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അഭിനയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സുരഭീനെയാണ് ഡയറക്റ്റ് ടീം, അല്ലെങ്കിൽ എല്ലാ ദിവസവും അഭിനയിക്കുന്ന സുരഭിയോടൊപ്പമാണ് അല്ലെ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണല്ലോ. എന്തായാലും അത് നമുക്കൊരു എനർജി ആണല്ലോ. അങ്ങനെ ഞാൻ സുരഭിയുടെ മാത്രമല്ല, സുരഭി ഭയങ്കര അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു കൂട്ടം അങ്ങനത്തെ ഒരു സ്വാധീനം അതെനിക്കൊരു ഭയങ്കര റീഫ്രഷ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് കിട്ടിയിട്ടുള്ളൊരു എനർജി വലുതാണ്. ഇപ്പം സുരഭിക്ക് എൻ്റെ അങ്ങനത്തെ അടുത്ത സുഹൃത്താണ്. സുരഭി ഇപ്പോൾ MGയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സാം സീസണിലൊക്കെ എൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സുരഭിയും ജിത്തുവും ഞാനും ജ്യോതിയെ ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ വീട് അവിടെ അടുത്തായതുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്ന് ദിവസങ്ങളോളം താമസിച്ച് അവിടെ നിന്നാണ് പോയി വന്നുകൊണ്ടിരുന്നതൊക്കെ. അങ്ങനെ ഒരുമിച്ച് പഠിച്ച് ജീവിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അങ്ങനത്തെ സുഹൃത്തുക്കളാണ്. അവരുടെ സ്വാധീനമൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്താ പറയാ മുന്നുണ്ടായിരുന്ന ആ ദേഷ്യവും കാര്യങ്ങളൊക്കെ പോയി. അല്ല, ഞാൻ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ മുതൽ ദേഷ്യപ്പെടുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയി. ഞാൻ കുറച്ചുകൂടെ സമാധാനത്തിലെത്തി. മൂവി കാഴ്ചപ്പാടുകൾ ഭയങ്കരമായിട്ട് മാറിയോ? സിനിമയെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, അഭിനയത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ മാറിയിരുന്നു. അതിനെ സ്വാധീനിച്ചിരുന്നു. ആ ഒരു പീരീഡിൽ എനിക്കൊരു വലിയൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പലതും കൊണ്ട് സിനിമയിലും ആ ഒരു സമയം ഭയങ്കര ചേഞ്ചിന്റെ സമയമായിരുന്നു തോന്നുന്നു. എല്ലാം കൊണ്ടും എനിക്കത് ഭയങ്കര. ഏത് ഇയർ അത്? 2009-11 ഞാൻ പുറത്തിറങ്ങി. അവിടുന്ന് കോഴ്സ് ഞാൻ പുറത്തിറങ്ങി നേരെ വന്നിട്ട് ചെയ്യുന്നത് സോൾട്ട് ആൻഡ് പേപ്പറിൽ അഭിനയിച്ചു. അപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ അഭിനയിച്ചു. അവിടുന്ന് ഇറങ്ങി അവസാന ഘട്ടത്തിൽ അഭിനയിച്ചു. MPhil കഴിഞ്ഞിട്ട് ഞാൻ നേരെ വന്നിട്ട് 22 ഫീമെയിൽ കോട്ടയം വർക്ക് ചെയ്യണം അസോസിയേറ്റഡ്. So that was the transformation period. I think so.